ഹലോ അസ്സലാമു അലൈക്കും. ഹസ്നാസ് ഹെന്ന ഹട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മളൊരു റെസിപ്പി വീഡിയോ ആണ് ചെയ്യുന്നത്. 3/4 കപ്പ് നുറുക്ക് ഗോതമ്പ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു ഹൽവയുടെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വയലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള എന്നാൽ അതോടൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവയാണ്. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് കടക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. ഞാനിവിടെ എലൈറ്റിൻ്റെ നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു 3/4 കപ്പോളം വേണം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു മെഷറിംഗ് കപ്പിൽ ഇതുപോലെ 3/4 കപ്പ് അളന്നെടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ ചായയുടെ ഗ്ലാസ്സിൽ ഒരു 3/4 അളവ് എടുത്താൽ മതി. അപ്പോൾ ഇത് കുറച്ച് തടിച്ചൊരു ടൈപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ടൈപ്പ് നേരിയ ടൈപ്പ് നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ടിട്ട് ഒരു 3-4 മണിക്കൂർ ഒന്ന് കുതിർത്തെടുക്കണം. ഞാനിതിലേക്ക് സാധാരണ ടാപ്പ് വാട്ടർ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് കുതിർന്ന് കിട്ടണമെന്ന് പെട്ടെന്ന് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഒരു 3-4 മണിക്കൂർ കുതിർന്നാലേ നമുക്ക് നന്നായിട്ട് ഇത് പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. ഒരു 3 മണിക്കൂറിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്തതാണിത്. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. നിങ്ങളിത് ഗ്ലാസ്സിലാണ് നുറുക്ക് ഗോതമ്പ് മെഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗ്ലാസിൻ്റെ അളവിൽ തന്നെ അര ഗ്ലാസ് മെഷർ ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ നല്ല പേസ്റ്റായിട്ട് നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് വെള്ളം ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 1/4 കപ്പോളം വെള്ളം ഏകദേശം ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ കൂട്ടൊന്ന് 3-4 തവണ അരിച്ചെടുക്കണം. അപ്പോൾ ആദ്യത്തെ 2 തവണ ഇതുപോലെ വലിയ ഹോളുള്ള അരിപ്പ വെച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത്. ഒരു തരി പോലും ഇല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ 3-4 തവണ അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് ഇതുപോലെ കിട്ടും. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഒന്ന് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താലൊന്നും കുഴപ്പമില്ല. പക്ഷേ 2-ാമതും 3-ാമത്തെ തവണ അരിക്കുന്ന സമയത്ത് ഇതുപോലെ പ്രസ് ചെയ്യാൻ പാടില്ല. കാരണം ആ ഒരു ഹോളിലോട്ട് അതിൻ്റെ ആ ഒരു വേസ്റ്റ് താഴേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 2-ാമത്തെ പ്രാവശ്യവും ഈ ഒരു സെയിം അരിപ്പ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം. 3-ാമത്തെ തവണ ഇതുപോലെ ചായയുടെ അരിപ്പ നേരിയ ഹോളുള്ള അരിപ്പ വെച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത്. 3-4 തവണ ഇതുപോലെ അരിച്ചിട്ട് നമുക്ക് വെറും പാല് മാത്രമായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പഞ്ചസാരക്ക് മുകളിൽ നമ്മളുടെ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെറിയ ശർക്കര ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ 4 പീസ് ഇതുപോലത്തെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ പീസ് ശർക്കരയാണ് ഉള്ളതെങ്കിൽ 2 എടുത്താൽ മതി. ഇതിലേക്കൊരു 3/4 കപ്പ് അളവിൽ വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം. ശർക്കര ഇതുപോലെ കുറുകിയതിന് ശേഷം ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം വേണം നമുക്ക് ഹൽവ ഉണ്ടാക്കി തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇതിൽ കരടുകളൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഒന്ന് അരിച്ചെടുക്കുന്നത്. ഇനി നമുക്കൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈ നുറുക്ക് ഗോതമ്പ് അരിച്ച് വെച്ചിട്ടുള്ളത് ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് കട്ടി തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് ഈ ഒരു കംപ്ലീറ്റ് ഹൽവ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കുറുകി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി അരിച്ചു വെച്ചിട്ടുള്ള ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൈവിടാതെ നമ്മൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിച്ചു പോവും. ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയത്ത് മാത്രം ഈ ഒരു ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുക. കാരണം നമ്മൾ ഇതുപോലെ ഇതിൽ മിക്സിംഗ് ആണ് ഇതിൽ
ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മെയിനായിട്ട്. പിന്നെ നമ്മൾ എല്ലാ സാധനങ്ങളും ഒരുക്കി വെച്ചതിന് ശേഷം മാത്രം ഫ്ലെയിം ഓണാക്കി ഹലുവ ഉണ്ടാക്കാൻ തുടങ്ങാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വേറെ കാര്യങ്ങൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അടുക്കി പിടിച്ചു പോകും. ഇനി നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് കുറുകി തുടങ്ങുന്ന സമയമാവുമ്പോൾ ഞാനിവിടെ 1/2 കപ്പ് നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു കുറച്ചായിട്ട് സ്പൂണിൽ ഇട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. എല്ലാം ഒരുമിച്ച് ഇടരുത്. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് 2 ടീസ്പൂൺ അളവിൽ ഇവിടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് നെയ്യ് ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. ഏകദേശം നമ്മളെ പാത്രത്തിന് ഇതുപോലെ ഒന്ന് വിട്ട് വരുന്ന സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരല്പം കശുവണ്ടി ഇതുപോലെ ചെറുതായിട്ട് നുറുക്കിയതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് റോസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല, സാധാരണ കശുവണ്ടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറക്റ്റ് ഇതുപോലെ നമ്മുടെ പാത്രത്തിന് ഒന്ന് വിട്ട് വരും. അപ്പോൾ ഇതാണ് കറക്റ്റ് പരുവം. ഈ സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ചൂടോട് തന്നെ നമുക്ക് ഏത് മൗളിലാണോ ഒഴിക്കേണ്ടത് അതിലേക്ക് എണ്ണ തടവിയതിന് ശേഷം ചൂടോട് കൂടി തന്നെ നമുക്കിതിലേക്ക് മാറ്റി കൊടുക്കാം. ചൂടാറാൻ വേണ്ടി കാത്തു നിൽക്കരുത്. ചൂടോട് കൂടി തന്നെ നമുക്ക് മൗളിലേക്ക് മാറ്റി കൊടുക്കണം. ഒരു എണ്ണമഴയുള്ള സ്പൂൺ കൊണ്ട് അല്ലെങ്കിൽ ഒരു സ്പാച്ചില യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ തന്നെ ഇത് ഉണ്ടാക്കിയ സ്പൂൺ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേറെ സ്പൂൺ വേണമെങ്കിൽ വേറെ സ്പൂണും യൂസ് ചെയ്യാം. ഒരു 1.5-2 മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മളിവിടെ 2 മണിക്കൂറിന് ശേഷം നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്കൊന്ന് കമഴ്ത്തി കൊടുത്താൽ മതി. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റാണ് മുറിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ഹൽവ ഇവിടെ റെഡിയാണ്. അപ്പോൾ നിങ്ങളും എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.